ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന, കുക്കറിൽ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിലിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒറ്റ വിസിലിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിടുകാച്ചി സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കുറേ അധികം പച്ചക്കറികളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിതിലേക്ക് ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള കത്തിരിക്ക, ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 6-7 പയർ എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 മുരിങ്ങക്കായും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചേനയൊന്നും എടുക്കുന്നില്ല, ചേനയൊക്കെ വേവാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് ചേന എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയൊന്നും എടുത്തിട്ടില്ല, വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അതും എടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ പച്ചക്കറികളും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ചെറിയുള്ളി 2 കട്ട് ചെയ്ത് ഇട്ടാലും മതി, കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഒന്ന് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ടാണ് നേരിട്ട് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പരിപ്പ് വേവാനായിട്ട് സമയമെടുക്കുന്ന പരിപ്പാണ് എങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ച ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ജസ്റ്റ് ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്, കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് വെള്ളം നിൽക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഉലുവ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി കയ്യിലില്ല എങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കാനായിട്ട് വെക്കില്ല, ആ സമയത്ത് കട്ടക്കായം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിൽ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം മുഴുവനായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു പൊടി ഒന്ന് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചാൽ മതി. ഞാനിതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളവും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിൽ 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ. അപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണെ. ഞാൻ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നപ്പോൾ തീ ഓഫാക്കിയിരുന്നു. അതിൻ്റെ ആവിയെല്ലാം പോയിട്ടാണ് നമ്മൾ തുറന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് തിളച്ച് വന്നോട്ടെ ഇടാം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിപ്പം കലക്കി എടുത്തിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഈ ഒരു സാമ്പാറിൽ വേവിക്കാൻ വെക്കാൻ നേരത്ത് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ പുളി കുതിർത്ത വെള്ളം 1 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ളത്. ഇത്രയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തായാലും അധികം വെള്ളം ഒഴിക്കരുത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊത്തി ഉടയ്ക്കരുതേ. അപ്പോൾ അത് നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ജസ്റ്റ് അളവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച ഒരു അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 1 ടീസ്പൂണോളം ശർക്കര പൊടി ഞാൻ ചേർത്തു എന്ന് പറയാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു മസാലയും പുളിയൊക്കെ ഈ ഒരു സാമ്പാറിലും മൊത്തത്തിലൊന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീരെ അങ്ങ് കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ താളിക്കാനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോകരുത്, ഒരു നുള്ള് ഉലുവയെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിൻ്റെയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഇങ്ങനെ കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് ആ ഒരു ഫ്ലേവർ ഒന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ വേറൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടേ. താളിപ്പ് ഒഴിച്ച ശേഷം വല്ലാതെ അങ്ങ് ഇളക്കുന്നില്ല, ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും ആ സാമ്പാറിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. അതിന് ശേഷം ഒന്ന് തുറന്ന് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ പച്ചക്കറികളൊന്നും വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല കുറുകിയ സാമ്പാർ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിനത് ഒത്തിരി ഉപകാരപ്പെടും. വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മൾ കുക്കറിൽ സാമ്പാർ ഒറ്റ വിസിലിൽ സാമ്പാർ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒറ്റ വിസിൽ അവിയലും ഉണ്ടാക്കി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ കേട്ടോ.